താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോടു കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോടു കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. കാലങ്ങൾ കാത്തിടണോ കാന്താ നിന്നാഗമനം, കഷ്ടത തീർന്നിടുവാൻ കാലങ്ങളേറെയില്ല. കാലങ്ങൾ കാത്തിടണോ കാന്താ നിന്നാഗമനം, കഷ്ടത തീർന്നിടുവാൻ കാലങ്ങളേറെയില്ല. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോടു കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോടു കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ കടന്നു പോകുമ്പോൾ കണ്ണുനീർ വാർത്ത കർത്താവ് എൻ്റെ കാര്യങ്ങളെ നടത്തിത്തരും. ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തില് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവവും എന്നാൽ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയൊരു വാക്യവും നിങ്ങൾക്ക് കാണാം. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം, ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം. അത് മറ്റൊന്നല്ല, ദൈവം കരഞ്ഞു, യേശു കണ്ണുനീർ വാർത്തു. എവിടെയാണ്? ലാസറിന്റെ ഭവനത്തിൽ. അവന്റെ മരണവാർത്ത അറിഞ്ഞ് ആ വീട്ടിലെത്തിയപ്പോൾ മാർത്തയും മറിയയും കരയുന്നത് കണ്ടപ്പോൾ അവനെ വെച്ചിരിക്കുന്ന സ്ഥലം എവിടെ എന്ന് ചോദിച്ച് അവിടെ എത്തിയപ്പോൾ യേശു കണ്ണുനീർ വാർത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എൻ്റെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയത്തിലെ വേദനകൾ കൊണ്ട് കരഞ്ഞിട്ടുണ്ട്. സന്തോഷം കൊണ്ട്, ദൈവം ചെയ്ത അത്ഭുതങ്ങളും
ദൈവത്താൽ സംഭവിച്ച ചില നന്മകളുമൊക്കെ അനുഭവിച്ചുകൊണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ നമ്മൾ കരഞ്ഞിട്ടുള്ളവരാണ്. ചില സമയങ്ങളിൽ വേദന സഹിക്കാൻ മേലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളും പരിപാലിച്ച വിധങ്ങളുമൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണിനകത്ത് സന്തോഷത്തിൻ്റെ ഈറൻ അണിഞ്ഞിട്ടുണ്ട്, കണ്ണുനീരൊഴുകിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ നിലകളിൽ നാം കരഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും കൂടുതലും ഈ മെസ്സേജ് കേൾക്കുന്ന, ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലാണ് കൂടുതലും ചങ്ക് തകർന്ന് ഉടഞ്ഞ് കരഞ്ഞിട്ടുള്ളത്. യേശു കർത്താവും അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ ദൈവപുത്രനായ യേശു കരഞ്ഞത്, പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണിൽ നിന്നൊഴുകിയ ഓരോ തുള്ളി കണ്ണുനീരും കർത്താവിൻ്റെ തുരുത്തിയിൽ കർത്താവ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലെ ഓരോ തുള്ളി ചൂടുള്ള കണ്ണുനീരിനും, ഓരോ തുള്ളി കണ്ണുനീരിനും ദൈവം മറുപടി തരും, ദൈവം പ്രതിഫലം തരും. അതുകൊണ്ട് ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ബൈബിൾ നിങ്ങൾക്ക് തരുന്നൊരു വാഗ്ദത്തമുണ്ട്. കണ്ണുനീരോടെ വിതച്ചവൻ ആർപ്പോടെ കൊയ്യുവാൻ ഇടയായി തീരും. കണ്ണുനീർ വാർത്ത കർത്താവ് എൻ്റെ കാര്യത്തെ നടത്തിത്തരും. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് ആരും കാണാതെ മുറിക്കകത്ത് കയറി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞവര്, ആ കണ്ണുനീരിങ്ങനെ ബൈബിളിനകത്ത് വീണ് ബൈബിളിൻ്റെ പേജുകൾ നനഞ്ഞ അനുഭവമുള്ളവര്, ആ കണ്ണുനീർ വീണ് തലയണ കുതുന്ന അനുഭവമുള്ളവര് ഒക്കെ എന്നെ കേൾക്കുന്നുണ്ട്. പ്രയർ കാർപ്പറ്റിനകത്ത്, പ്രാർത്ഥിക്കുന്ന പായ്ക്കകത്ത് നെടുമ്പാട് വീണ് കിടന്ന് കരഞ്ഞ പ്രിയപ്പെട്ടവര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് കരഞ്ഞവരെന്നെ കാണുന്നുണ്ട്. ആലയത്തിൽ നിന്നുകൊണ്ട് അല്ലറി വിളിച്ച്, യേശുവേ എൻ്റെ വിഷയത്തിനകത്ത് അങ്ങ് പരിഹരിക്കണമേ, അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചവരെന്നെ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരോടും വചനം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. മാർത്തയുടെയും മറിയയുടെയും നിലവിളി കണ്ട്, കണ്ണുനീർ കണ്ട്, കണ്ണുനീർ വാർത്ത യേശു ആ വീട്ടിനകത്ത് പ്രതിസന്ധിയെ മാറ്റി നഷ്ടപ്പെട്ട ആ സഹോദരനെ യേശു കർത്താവ് ആ സഹോദരിമാർക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ച് മടക്കി കൊടുത്തതുപോലെ കണ്ണുനീർ വാർത്ത കർത്താവ് നിങ്ങളുടെ കാര്യം നടത്തിത്തരും. ഈ ലോകത്തില് വൈദ്യശാസ്ത്രത്തിന്റെ മികവില് എല്ലാം കണ്ടുപിടിക്കുവാനുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഇന്നത്തെ കാലത്തിലുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന് നിർണ്ണയിക്കാം. യൂറിൻ കൾച്ചർ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാം. എല്ലാം കണ്ടുപിടിക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങളുടെ കിണറ്റിൽ കിടക്കുന്ന വെള്ളം വരെ പരിശോധിക്കുവാനുള്ള, അതിനകത്ത് എന്തെങ്കിലും മാലിന്യമുണ്ടോ, ബാക്ടീരിയാസ് ഉണ്ടോ, ഇതെല്ലാം പരിശോധിക്കുവാനുള്ള സാഹചര്യവും സാവകാശവും ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ ഞാൻ എങ്ങും കണ്ടിട്ടില്ല കണ്ണുനീര് എടുത്തിട്ട് ആ കണ്ണുനീര് ടെസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ് ആ മനുഷ്യൻ കരഞ്ഞത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു മിഷനുകളും ഈ ലോകത്തിൽ, ഒരു എക്യുപ്മെന്റ്സും കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾക്കൊരു സത്യം അറിയാവോ? നിങ്ങൾ കരഞ്ഞത് എന്തിനാണെന്ന് അറിയാവുന്നൊരു ദൈവം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കണ്ണിൽ നിന്ന് വീണ ചൂടുള്ള കണ്ണുനീർ എന്ത് കാര്യം കൊണ്ടാണ്, എന്ത് വേദന കൊണ്ടാണ് ആ കണ്ണുനീർ കണ്ണിൽ നിന്ന് ഒഴുകിയതെന്ന് മനസ്സിലാക്കുന്ന, ടെസ്റ്റ് ചെയ്യുന്ന, തിരിച്ചറിയുന്ന ഒരു കർത്താവ് നിങ്ങൾക്കുണ്ട്. കരഞ്ഞ സഹോദര, ദൈവസന്നിധിയിൽ കരയുന്ന സഹോദരി, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന മാതാപിതാക്കളെ, തലമുറകൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് രാജ്യത്തിനും പട്ടണത്തിനും ഒക്കെ വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, കരയുന്ന പ്രിയ ദൈവദാസനെ, നിങ്ങളുടെ ദൈവവചനം ഉറപ്പു തരുന്നു. കണ്ണുനീർ വാർത്ത കർത്താവ് നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി നൽകും. നിന്മനമിളകാതെ, നിന്മനം പതറാതെ